നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം കൂട്ടുകാരെ, ഇതാണ് കൊടുങ്ങല്ലൂർ കായൽ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പുല്ലൂറ്റാണ്. അപ്പോൾ ഈ പാലം കടന്നിട്ട് വേണം ഇനി പോകാനായിട്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ വിശേഷങ്ങളുള്ളത് കാണാം. ഈ ഇല്ലിക്കാട് കണ്ടോ? ഈ ഇല്ലിക്കാടിൻ്റെ ഇടയിലൊരു ഹട്ട് അല്ലെങ്കിൽ ഒരു ഏറുമാടം കെട്ടി താമസിക്കുക, ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മിന്ന് നോക്കാൻ പോകുന്നത്. പുറത്ത് നല്ല വെയിലുണ്ട്, പക്ഷേ ഇവിടെ വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇല്ലിക്കാട് മൂടി നിൽക്കുകയാണ് ഇവിടെ. നമുക്കിനി വിശേഷങ്ങളിലേക്ക് വരാം. ഇവിടെ കുറച്ച് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം ഒരു ഏറുമാടമാണ്. ഇല്ലിക്കാടിനുള്ളിൽ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ളൊരു ഏറുമാടം. ഇരുമ്പ്, മരം, ഇത് രണ്ടും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്ത് വിശേഷങ്ങളൊന്ന് നോക്കാം. ഇതിൽ കാർ വരാനുള്ള വഴിയാണ് കേട്ടോ ടൈലിട്ടിരിക്കുന്നത്. വേറെ സ്ഥലത്തൊന്നും ഈ ടൈൽ അവർ വിരിച്ചിട്ടില്ല. നമുക്കിനകത്തേക്കൊന്ന് പോവാം. ഇത് ഊഞ്ഞാലാണ്, ഈ ഊഞ്ഞാലിട്ടാനുള്ള സ്ഥലമാണ് ആ ഓടിട്ടിരിക്കുന്നത്. ഇവിടെ ഡെസ്കും ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ളത്. ഇത് കിച്ചണാട്ടോ, ഈ നേരെ കാണുന്നത് കിച്ചണാണ്. വുഡാണ്, കംപ്ലീറ്റ് വുഡാണ്. പടി കാര്യങ്ങളൊക്കെ സ്ട്രക്ചറിന് മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ, ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് ഏറുമാടത്തിലോട്ട് കയറുന്ന വഴി. ഈ ഉൾഭാഗം ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് 2 പേർക്ക് കിടക്കാനുള്ള കട്ടിൽ. പുറത്തെ വ്യൂ ഇതാട്ടോ, ഫുൾ ഇല്ലിക്കാടാണ്, വേറെ ഒന്നും ഇല്ല വ്യൂ ആയിട്ട്. TV ഉണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണിത്. ആംബിയൻസേ വേറെയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, ഊഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഓടിട്ട് വാർത്തതല്ല, ഓട് മേഞ്ഞത്. ഇതാണ് ഒരു സോഫയുണ്ട്, 2 പേർക്ക് കിടക്കാവുന്ന ഒരു കട്ടിൽ, ഒരു ബാത്റൂം. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊരു കിച്ചണൊന്ന് കാണാം. താഴെ ഒരു വലിയ കിച്ചണുണ്ട്, ഇത് ചെറിയൊരു ആവശ്യങ്ങൾക്ക്. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്, കമ്പി തന്നെ വെച്ചിട്ട്. നല്ല ബലമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഒരു സന്ധ്യാനേരത്ത് ഒരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. താഴെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണിയാണ് കേട്ടോ തുറക്കുന്നത്. അതാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ചുറ്റും വ്യൂ തന്നെ, ഇല്ലിക്കാട് തന്നെ. വേറെ ഇതിൽ കൂടുതൽ ഉപകാരപ്പെടാൻ ഈ കഥ എഴുതുന്നവർ, ഒരു കുറച്ച് ദിവസം മാറി നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്നൊരു സ്ഥലമാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നവർ, എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ഒരു നല്ലൊരു അനുഭവം നൽകുന്ന സ്ഥലമാണ്. നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. ഇതാണ് നമ്മൾ ഏറുമാടത്തിൽ നിന്ന് നിൽക്കുമ്പോൾ വ്യൂ ആണ് നേരത്തെ കാണിച്ചത്. നമുക്കിന്നൊന്ന് താഴത്തോട്ട് ഇറങ്ങാം. ഇതിൻ്റെ കാലുകൾ വരുന്നത് മറ്റേ ഇരുമ്പിൻ്റെ കാലുകളും പിന്നെ തേക്കിൻ്റെ തടിയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് കാലുകൾ വരുന്നത്. അത് കാർ പാർക്കിൽ ഉപയോഗിക്കാം, നേരെ കാണുന്ന സ്ഥലം. കാലുകളൊക്കെ കണ്ടില്ലേ? ഇത് മൊത്തം തേക്കാണ് കാലിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇരുമ്പിൻ്റെ ഒരു GI പൈപ്പ് ഉണ്ട് കേട്ടോ, അതുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെസ്കും ബെഞ്ചും സെറ്റ് ചെയ്ത് ഇപ്പുറത്തുകൂടി ഒരു ബെഞ്ച് വരും. ഇതിപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ തിരിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പുറകിലായിട്ടാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത്. നമുക്ക് ആ പൂളൊന്നും എന്തായാലും കണ്ടിട്ട് വരാം. പണി കഴിയുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു രീതി തന്നെ ആകെ മാറും. ഇതിപ്പോൾ ലോക്ക്ഡൗൺ കാര്യങ്ങൾ കാരണം പണി വൈകിപ്പോയതാണെന്ന് തോന്നുന്നു. ഇതാണ് സ്വിമ്മിംഗ് പൂളിനുള്ള സ്ഥലം. ഇവിടെയും ഊഞ്ഞാൽ തന്നെ കേട്ടോ വരുന്നത്. അതിനുള്ള പണി നടക്കുന്നതേ ഉള്ളൂ. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ മൊത്തം നടന്നിരിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമാണിത്. കാരണം നേരെ കാണുന്ന കുളം കണ്ടോ, അതിൽ മീൻ
അപ്പോൾ അതൊക്കെ സ്ത്രീകളും കുട്ടികളായിട്ടൊക്കെ ധൈര്യപ്പെട്ട് ഒന്ന് താമസിക്കാം. ഫാമിലിയാണ് തൊട്ടടുത്തുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഷാജഹാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഉപകാരപ്പെടാം ഫാമിലിയായിട്ടൊരു ഗെറ്റ് ടുഗദർ വെക്കണമെങ്കിലോ, ഇപ്പോൾ ബാച്ചിലേഴ്സ് പാർട്ടി നടത്തണമെങ്കിലോ, ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെങ്കിലോ, അതിനായിട്ടൊക്കെ നമ്മൾ വലിയ വലിയ എമൗണ്ട് കൊടുത്ത് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് തന്നെ ഇങ്ങനെയൊരു സംവിധാനം ഉള്ളത് നമുക്കൊരു ഉപകാരമുള്ള ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സംരംഭമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുക. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.